CapCut നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഈ AI ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ എൻ്റയർ കോണ്ടന്റ് ക്രിയേഷൻ പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റയർ വീഡിയോസ് വെറും 5 മിനിറ്റിൽ 2-3 ക്ലിക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലോ ഈ ഒരു ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നിങ്ങളൊരു ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണെങ്കിൽ ഈ ടൂൾസ് എന്തായാലും മിസ് ചെയ്യരുത്. ഇത്രയും ടൂൾസൊക്കെയാണ് CapCutന്റെ AI ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതും പോരാഞ്ഞിട്ട് ഫേസ്ലെസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ടോക്കിംഗ് AI അവതാർസ് ക്രിയേറ്റ് ചെയ്യാനും AI ലിപ്സിംഗ് വീഡിയോസ് ഉണ്ടാക്കാനും ഇതിൽ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾ ഇൻ വൺ ടൂളിനെയാണ്, AI വീഡിയോ മേക്കർ. നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? വീഡിയോ ക്രിയേഷൻ്റെ ഓരോ ഭാഗത്തും ഓരോ ടൂൾസാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് സ്ക്രിപ്റ്റ് ജനറേഷന് ChatGPT, വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാൻ ലിയനാർഡോ AI, അതേപോലെ വീഡിയോ ജനറേഷന് Kling AI, പിന്നെ വോയിസ് ഓവേഴ്സിന് 11 ലാബ്സ് ഒക്കെ. പക്ഷെ CapCutന്റെ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ഒറ്റൊരിടത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂൾ വെച്ച് നിങ്ങൾക്ക് ഐഡിയേഷൻ നിന്ന് തുടങ്ങി സ്ക്രിപ്റ്റ് ജനറേഷൻ വരെയും വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാൻ വോയിസ് ഓവേഴ്സിന് അതും പോരാഞ്ഞ് എഡിറ്റിംഗ് വരെ CapCut തന്നെ ചെയ്തു തരും. അതും 5 മിനിറ്റിനുള്ളിൽ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം CapCut ഓപ്പൺ ചെയ്യുക. എന്നിട്ട് CapCutന്റെ ഹോം മെനുവിൽ ഈ AI വീഡിയോ മേക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് AI ടൂൾസ് കാണാൻ കഴിയും. ഇതും പോരെങ്കിൽ നിങ്ങൾ CapCutന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾ ടൂൾസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത ടൂൾസ് ഇല്ല. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതിനായി CapCut ഓപ്പൺ ചെയ്യുക. നമ്മുടെ AI വീഡിയോ മേക്കറുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോം വിത്ത് AI ഇന്നലെ സെലക്ട് ചെയ്യുന്നതിലാണ്. സോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വീഡിയോ ടോപ്പിക്സും സ്ക്രിപ്റ്റ്സും CapCut തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ഞാനൊരു വീഡിയോ ഐഡിയ മാത്രം അങ്ങോട്ട് കൊടുക്കുന്നു. ഈ ഒരു വീഡിയോ ഐഡിയ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഒട്ടനവധി ടോപ്പിക്സ് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് 5 ടോപ്പിക്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം പിക്ക് ചെയ്യാം. ആദ്യത്തെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ പിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജനറേറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കുക. ഡ്യൂറേഷൻ നമുക്ക് തൽക്കാലം 1 മിനിറ്റ് കൊടുക്കുക. കുറച്ചും കൂടെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ ഈ ഒരു കസ്റ്റം പ്രോംപ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ സ്ക്രിപ്റ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റത്തേക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി സ്ക്രിപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വോയിസ് ഓവർ ആഡ് ചെയ്യാൻ സീൻസിൽ വോയിസ് ഓവർ സെലക്ട് ചെയ്തിട്ട് വോയിസ് സെലക്ട് ചെയ്യുക. വെൽക്കം ടു ക്രിയേറ്റിംഗ് വോയിസ്. അതിൽ ഇഷ്ടമുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു വോയിസാണ്. എന്നിട്ട് അപ്ലൈ ടു ഓൾ സീൻസ് കൊടുക്കുക. നമ്മുടെ ഓരോ സീനിന് വേണ്ടിയും ഈ ഒരു വോയിസ് ഓവർ ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. നമ്മുടെ വോയിസ് ഓവർ ജനറേറ്റ് ആയിട്ടുണ്ട്. Have you ever looked up at the night sky? ഇനി നമുക്ക് വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാം. അതിനായി സീൻസിലേക്ക് വന്നിട്ട് തന്നെ മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഓൾറെഡി ബി റോൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സീനുമായിട്ട് മാച്ച് ചെയ്യിക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ വിഷ്വൽസ് ജനറേറ്റ് ചെയ്യിപ്പിക്കുക. അതിനായി ജനറേറ്റ് AI മീഡിയ സെലക്ട് ചെയ്യുക. ഞാനിവിടെ റിയലിസ്റ്റിക് ഫിലിം സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്. ആസ്പെക്ട് റേഷ്യോ 9:60. എന്നിട്ട് വീണ്ടും അപ്ലൈ ടു ഓൾ സീൻസ് കൊടുക്കുക. മീഡിയാസ് ഒക്കെ സീൻ ബൈ സീൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്. And felt a profound sense of wonder mixed with a little bit of ... smallness. ഇനി സബ്ടൈറ്റിൽസ് കുറച്ചും കൂടെ നല്ലതാക്കാൻ എലമെന്റ്സിലേക്ക് വരിക. എന്നിട്ട് ഇഷ്ടമുള്ള ക്യാപ്ഷൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. Send rovers to Mars and ഇത്രയും ചെയ്തപ്പോഴേ നമ്മുടെ ടാസ്കിൻ്റെ 75% നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് CapCutൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനായി ഈ എഡിറ്റ് മോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ചെയ്തു വെച്ചതെല്ലാം CapCutൽ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവും. നമ്മൾ ജനറേറ്റ് ചെയ്ത വോയിസ് ഓവറും വിഷ്വൽസും ക്യാപ്ഷൻസും എല്ലാം ഓട്ടോമാറ്റിക്കലി CapCut തന്നെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. Secrets from us. What happened before? Deepest secrets from us. And felt a profound sense of wonder mixed with a little bit of ... Sent rovers to Mars and peered it. ഇനി നമുക്ക് കുറച്ച് എൻഹാൻസ്മെന്റ്സ് എല്ലാം ചെയ്യാം. അതിനായി നല്ലൊരു ഓഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. CapCutന്റെ ഓഡിയോ ലൈബ്രറിയിൽ നിരവധി മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ഒക്കെ കിട്ടും. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ ഒരു മ്യൂസിക് ഞാൻ സെലക്ട് ചെയ്തു. അത് നേരെ ടൈംലൈനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോ എൻഡ് ചെയ്യുന്നിടത്ത് മ്യൂസിക് ഫെയ്ഡ് ഔട്ടും കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു സ്റ്റാർട്ടിങ് ആനിമേഷൻ കൊടുക്കാമല്ലോ. അതിനായി എഫക്ട്സിൽ ഇൻട്രോ ആൻഡ് ഔട്ട്രോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ അപ്പ് ആണ് ഞാൻ കൊടുക്കുന്ന എഫക്ട്. Have you ever looked up at the night sky and felt a... ഇനി നമുക്ക് ഓരോ സീനിനും ഓരോ എഫക്ട്സ് കൊടുക്കാം. ആദ്യത്തെ സീനിൽ നമുക്ക് ലൈറ്റ് ലീക്സ് കൊടുക്കാം. അറ്റ്മോസ്ഫിയർ കുറച്ചും വെക്കാം. Have you ever looked up at the night sky and felt a profound sense of wonder? രണ്ടാമത്തെ സീനിൽ
ഈ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അവിടെയും അറ്റ്മോസ്ഫിയർ കുറച്ച് കുറയ്ക്കാം. We've sent rovers to Mars and peered into the dawn of time. ബാക്കിയുള്ള എഫക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് എടുക്കാം. What happened before the Big Bang? ഇവിടെ നമുക്ക് റെയിൻ ഓപ്ഷൻ കൊടുക്കാം. Before, are we truly alone in this vast, silent cosmos? ഈ ഒരു സീനിൽ നമുക്ക് ലൂമിനൻസ് എഫക്റ്റ് കൊടുക്കാം. And what is this? ആൻഡ് ഫിൽറ്റേഴ്സ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. This mysterious dark matter and dark energy. അടുത്ത എഫക്ട്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എടുക്കാം. കൂൾ സ്പാർക്കിൾസ് ആഡ് ചെയ്യാം. These aren't just science questions. They're human. Tap into our deepest need to understand our place. ലാസ്റ്റ് സീനിൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. Join me as we explore the cosmic mysteries that continue to baffle. ഇനി വീഡിയോന്റെ അവസാനം നമുക്കൊരു എൻഡിങ് ആനിമേഷൻ കൊടുക്കാം. So you don't miss our journey into the unknown. ഇനി നമുക്ക് ഓരോ സീൻസിനും ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ആദ്യത്തെ സീനിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ലൈറ്റ് ഗ്ലെയർ ട്രാൻസിഷൻ ആഡ് ചെയ്യാം. We've sent rovers to Mars and peered. രണ്ടാമത്തെ സീനിൽ നമുക്ക് പുൾ ഇൻ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. What happened? മൂന്നാമത്തെ സീനിൽ നമുക്കൊരു ബ്ലർ ട്രാൻസിഷൻ കൊടുക്കാം. Was there even a before? Are we ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നത് ഈ വീഡിയോ ഫുള്ളും റെൻഡർ ആവാത്തതുകൊണ്ട് മാത്രമാണ്. question? And what is this These aren't just science questions. They're human questions. Tap into our deepest need. Join me as we explore the cosmic mystery. ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഓവർലേ ട്രാൻസിഷൻ കൊടുക്കാം. Join me as we explore the cosmic mysteries that sure to subscribe so you don't miss our journey into the unknown. ഇനി ഇത്ര എഫക്ട്സും എൻഹാൻസ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈ വീഡിയോ ഫുള്ളും റെൻഡർ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ റെൻഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Have you ever looked up at the night sky and felt a profound sense of wonder mixed with a little bit of ... smallness? We've sent rovers to Mars and peered into the dawn of time. Yet the universe still holds its deepest secrets from us. What happened before the Big Bang? Was there even a before? Are we truly alone in this vast, silent cosmos? Or is someone else out there looking up at their sky, asking the very same question? And what is this mysterious dark matter and dark energy that make up 95% of everything, yet remain completely invisible to us? These aren't just science questions, they're human questions. They tap into our deepest need to understand our place in it all. Join me as we explore the cosmic mysteries that continue to baffle the greatest minds on Earth. Make sure to subscribe so you don't miss our journey into the unknown. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ വീഡിയോ ജനറേറ്റ് ആയി വന്നേക്കുന്നത്. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പിക്ചറിന്റെ കീ ഫ്രെയിം മോഷൻസ് വരെ അവർ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്താണ് തന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിൽ എഫക്ട്സും ട്രാൻസിഷൻസും ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷ്വൽസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റം ഇമേജസ് ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ChatGPTയോ നാനോ ബനാനയിൽ നിന്നൊക്കെ നല്ല ഇമേജസ് ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാപ്കട്ടിൻ്റെ അകത്ത് തന്നെ ഇമേജ് ജനറേഷൻ ടൂൾ ഉണ്ട്. അതിന് നേരെ മീഡിയയിലേക്ക് വരിക. ഇത് യൂസ് ചെയ്യുന്നത് Seedream ആണ്. ഇവിടെ നമുക്ക് ഈ ഗാലക്സി ഇമേജിന് പകരം മറ്റൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതിനായി ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. ആസ്പെക്ട് റേഷ്യോ 9:16 സെലക്ട് ചെയ്യുന്നു. അവർ ജനറേറ്റ് ചെയ്ത മറ്റൊരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇമേജിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസിൻ്റെ അടുത്ത് നിന്ന് റീപ്ലേസും ചെയ്യാന്നുള്ളതാണ്. ഒരു വീഡിയോൻ്റെ ഐഡിയേഷൻ മുതൽ എഡിറ്റിംഗ് വരെ ക്യാപ്കട്ട് തന്നെ നമുക്ക് ചെയ്തു തരുന്ന എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ക്യാപ്കട്ടിലെ ജസ്റ്റ് ഒരു AI ടൂളിനെ പറ്റി മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തോളൂ. ബാക്കി ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും.